വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഫെയിം ഡയറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു റീലൊക്കേഷൻ സ്റ്റോറിയാണ്. സോ ഞാൻ വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് എൻ്റെ ഹോൾ ലൈഫ് ഒരു സ്യൂട്ട് കേസിൽ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അമ്മയും ആദ്യം പോകുന്നുണ്ട്. 2 ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഞങ്ങൾ 4 പേരായിട്ടാണ് പോകുന്നത്. ആൻഡ് ഡെസ്റ്റിനേഷൻ ഓൾസോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. യെസ്, ഐ എം റീലൊക്കേറ്റിംഗ് ടു ബാംഗ്ലൂർ. ഒരു കുഞ്ഞു ജോലിയൊക്കെ അവിടെ സെറ്റാക്കി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്താവും ഏതാവും എന്ന് എനിക്കറിയില്ല. ആൻഡ് ടെക്നിക്കലി അവിടെ എത്തി ഒഫീഷ്യൽസിനെ മീറ്റ് ചെയ്തിട്ടാണ് കൺഫേം ആവുക എന്താണ് കാര്യമെന്ന്. ബട്ട് സ്റ്റിൽ 90% ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഓൾമോസ്റ്റ് 3 or 4 സ്റ്റേജ് ഓഫ് ഇൻ്റർവ്യൂവിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്നവിടെ ചെല്ലണം, ബിക്കോസ് ബാക്കിയെല്ലാം ഓൺലൈൻ ഇൻ്റർവ്യൂസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഞ്ചിരി ട്രാവൽസ് ബസ്, പക്ഷെ പെട്ടെന്ന് പോകുന്നതാണ്, അപ്പോൾ ട്രെയിനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാനും അനിയനും അപ്പർ ബർത്തും അമ്മയും അച്ഛനും ലോവർ ബർത്തും 4 പേരും പോകുന്നുണ്ട്. എന്തിനാണ് 4 പേരൂടെ കെട്ടിപ്പറക്കി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരായിട്ട് പോകുന്നതിനേക്കാളും എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. എൻ്റെ മുഖത്ത് ഇത്രയും നീര്, നല്ല കിടിലൻ ഒരു പനി കിടന്ന് കറങ്ങിയിട്ടാണ് ഞാനീ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് വെക്കാനുള്ള ആരോഗ്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിന്യൂസ് ചുമയും വയ്യായ്കയും ഒക്കെ ആയിരുന്നു. അവൻ തിരിച്ചു വരാനുള്ള ബസ്സൊക്കെ നോക്കി ബുക്ക് ചെയ്യുകയാണ് ഇതിനിടയ്ക്ക്. അപ്പോൾ ബസ്സിൽ കയറി ഇരുന്നപ്പോഴേക്കും തന്നെ നമുക്ക് കുറച്ച് വെൽക്കം സ്നാക്സ് ആയിട്ട് കുറച്ച് നട്ട്സ് കിട്ടി. ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇവരുടെ മെയിൻ. നട്ട്സ്, കാഷ്യൂവും ബദാമും പിന്നെ പംകിൻ സീഡ്സ്, റേസിൻസ് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അതൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഞാനൊന്ന് കിടന്നു. അപ്പോഴേക്കും എനിക്കൊന്ന് തമിഴ്നാടായി. പിന്നെ അവിടുന്ന് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോകുന്നത്. എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ. ഞാനെന്നല്ല, എനിക്കൊന്ന് എല്ലാവരും ബസ്സിൽ ഇത്രയും ലോങ് ട്രാവൽ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടൊന്ന് നിർത്തി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് കട്ടൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ, അപ്പോൾ ഒരു കട്ടനും കുടിച്ചു. ആൻഡ് രാത്രി മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. സോ കുറച്ച് ഫുഡൊന്ന് കഴിച്ചു. ചപ്പാത്തി പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാനതാണ് കഴിച്ചത്. ആൻഡ് ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടന്നു. പക്ഷേ എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റിയില്ല. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റപ്പോൾ എനിക്കൊന്ന് 1:30-2 മണി ആ സമയത്ത് ഞാനൊന്ന് എണീറ്റു. കാരണം പനി, തൊണ്ടവേദന, മൊത്തത്തിലൊരു വയ്യായ്മ. അങ്ങനെ ഒന്ന് മയങ്ങി കുറച്ച് നേരത്തേക്ക്. ഗുളികയുടെ എഫക്റ്റ് ആയിരിക്കും. എണീറ്റപ്പോൾ ഒരു നല്ല സൺറൈസൊക്കെ കണ്ട് ഒന്ന് എഴുന്നേറ്റു. അങ്ങനെ പറഞ്ഞ് ആ ഒരു 6:30 ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. മോർണിംഗ് ഒരു 7-7:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തി. മടിവാലയാണ് ഫസ്റ്റ്. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി. പിന്നെ ബസ്സിൽ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ ട്രാഫിക്കിൽ പെട്ട് കേട്ടോ. ആൻഡ് ഞങ്ങൾ വേറൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങുക. ബസ് ഓൾമോസ്റ്റ് കാലിയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾക്ക് ഇറങ്ങണം. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രാൻസിഷനാണിത്. ഞാനങ്ങനെ പ്രതീക്ഷിച്ചതല്ല. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ ഹോട്ടൽ റൂമിൽ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം. എനിക്ക് റൈറ്റ് സൈഡ് ഈ സമയത്ത് എൻ്റെ റൈറ്റ് സൈഡ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്രയും കഫമൊക്കെ കെട്ടിയിട്ട് തലയൊന്നും പൊക്കാൻ വയ്യ, ഭയങ്കര തലവേദന അങ്ങനെയായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷായി വരാം. ഫ്രഷായിട്ട് നേരെ നമുക്ക് സ്കൂളിലേക്ക് പോകണം. സോ ഇവിടെ ഒരു സ്കൂളിൽ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഒരു 2 months ഞാൻ വെറുതെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞ് അപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടാൽ കിട്ടട്ടും എന്നുള്ള ഭാവത്തിൽ അപ്ലൈ ചെയ്തതാണ്. സോ ഇവിടെ എത്തി. നമ്മൾ ഒഫീഷ്യൽസിനൊക്കെ കണ്ടു, കൺഫേമായി, എല്ലാം ഫോംസ് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ PG ഹണ്ടിങ് ആയിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ്, പുള്ളി ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ അവൻ്റെ ഹെൽപ്പായിട്ട് നമ്മൾ PG ഒക്കെ ഹണ്ട് ചെയ്തു. PG സെറ്റാക്കി. ബാക്കി PG ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഈ മിനി ടിഫിനും പിന്നെ അവൻ ഫ്രൈഡ് റൈസും അച്ഛൻ വേറെ എന്തോ അങ്ങനെ എന്തൊക്കെയോ താലിയോ അങ്ങനെ എന്തോ കഴിച്ചു. എനിക്ക് വയ്യ, പിന്നെ കഴിക്കണമല്ലോ, അങ്ങനെ കഴിച്ചു. സാമ്പാർ റൈസ് അമ്മ കഴിക്കുന്നുണ്ട് എൻ്റെ അതിൽ നിന്ന്, ഞാനത് കഴിക്കില്ല, മറ്റത് ഞാൻ കഴിച്ചു. സോ ഇതൊക്കെ സെറ്റാക്കി റൂമിൽ പോയി. പിന്നെ രാത്രി ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. സോ ഈ വീഡിയോ എടുത്തു തുടങ്ങുന്നിടം തൊട്ട് എൻ്റെ ഇവിടുത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. എന്താവും ഏതാവെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്, പേടിയുണ്ട്, അതേപോലെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ ഇവിടെ നാരായണ ഈ ടെക്നോ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ വർക്കിന് കയറിയിരിക്കുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.